എന്റെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? സെറ്റിംഗ്സ് പോയിട്ട് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവിടെ കാണിക്കും എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്തതെന്നുള്ളത്. പുറത്തുനിന്നുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്പുകൾ മാത്രം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. രണ്ടാമത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ബാറ്ററി യൂസേജ് നോക്കുക. ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസേജ് ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചത് ആ ഒരു ആപ്ലിക്കേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ കൂടുതൽ നമ്മൾ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. നിങ്ങളെ കോളോ SMS ഇതൊക്കെയാണ് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ *62* എന്ന് അടിച്ചിട്ട് ഡയൽ ചെയ്യാം. ഇത് നോക്കി കഴിഞ്ഞിട്ട് എല്ലാം ഡിസേബിൾ ആണ് കാണിക്കുന്നതെങ്കിൽ സേഫ് ആണ്. ഇനി ഫോർവേഡ് ആണ് കാണിക്കുന്നെങ്കിൽ ഈ കാണുന്ന ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് അതെല്ലാം ഡിസേബിൾ ചെയ്തും വെക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് ഏതെങ്കിലും ലൈറ്റുകൾ മുകളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടോ നോക്കാം. ഇപ്പൊ ഉള്ള എല്ലാ ഫോണിലും ഗ്രീനും ഓറഞ്ചും ലൈറ്റുകൾ ഇങ്ങനെ മുകളിൽ കത്തും. ഗ്രീൻ ആണെങ്കിൽ ക്യാമറ, ഓറഞ്ച് ആണെങ്കിൽ മൈക്രോഫോൺ, ഇങ്ങനത്തെ ഓരോ ലൈറ്റുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്നും ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ കാണുന്ന ഈ ഒരു സ്കാനറിൽ സ്കാൻ ചെയ്യുക. ഈ സ്കാനറിന്റെ ടോപ്പിലായിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന ആൾക്കാർ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ്ങിൽ കിട്ടൂല. സ്കാനിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളറിൽ കാണിക്കും. അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, അതും സേഫാണ്. ഇനി നിങ്ങൾ വാട്സപ്പാണ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് പോയിട്ട് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് കാണിക്കും. നിങ്ങളെ പെർമിഷൻ കൊടുക്കാത്ത വേറെ ആരെങ്കിലും അതിൽ ലിങ്ക്ഡ് ഡിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം. ഇത്രയും കാര്യം ചെയ്താൽ തന്നെ നിങ്ങളെ ഫോണ് 99% സേഫായി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഫോളോയും കൂടി ചെയ്തേക്ക്.